നമുക്കൊരു റിപ്പോർട്ടിലേക്ക് പോവാം. ഇപ്പോൾ ജൂലൈ മാസം പകുതി പിന്നിട്ടപ്പോൾ തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള KSEB ഡാമുകളിലും ജലനിരപ്പ് കുറയുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. KSEB അണക്കെട്ടുകളിൽ 29% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. ഏറ്റവും വലിയ ഡാമായി ഇടുക്കിയിൽ 28% വെള്ളമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 29% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക്. ആവശ്യമായ മഴ ഇതുവരെ പെയ്യാത്തത് സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 17 ഡാമുകളിലും ജലനിരപ്പ് ഏറെ താഴ്ന്നു. ആർച്ച് ഡാമായ ഇടുക്കിയിലെ ഇന്നലത്തെ ജലനിരപ്പിന്റെ കണക്ക് 2327.86 അടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2364 അടിയാണ് ഉണ്ടായിരുന്നത്. ഡാമിന്റെ സംഭരണശേഷിയുടെ 28.56% മാത്രം വെള്ളമാണുള്ളത്. രണ്ടാമത്തെ വലിയ ഡാമായ കക്കി ഡാമിലുള്ളത് 30.50% വെള്ളം മാത്രം. ഇടമലയാർ, പെരിങ്ങൽകുത്ത്, ബാണാസുര, ആനയിറങ്കൽ തുടങ്ങിയ മറ്റു ഡാമുകളിലും സ്ഥിതി മറ്റൊന്നല്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 87.57 ദശലക്ഷം യൂണിറ്റ് വൈദ്യുത ഉപഭോഗം ഉണ്ടായപ്പോൾ 19.24 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചത്. 68.33 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വില കൊടുത്ത് വാങ്ങുകയായിരുന്നു. അതായത് 78% വൈദ്യുതിയും പുറത്തുനിന്നും വാങ്ങിയാണ് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി മറികടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 29% മഴ കുറവാണ് സംസ്ഥാനത്തുണ്ടായത്. ജൂൺ 1 മുതൽ കഴിഞ്ഞ ദിവസം വരെ പ്രതീക്ഷിച്ച മഴ 953.7 മില്ലിമീറ്റർ ആണെങ്കിൽ ലഭിച്ചത് 659.6 മില്ലിമീറ്റർ മഴ മാത്രമാണ്. അതായത് 294.01 മില്ലിലിറ്റർ മഴയുടെ കുറവ് ഇത്തവണയുണ്ടായി. അധികമായി മഴ ലഭിക്കേണ്ട ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. വയനാട് 58%വും ഇടുക്കിയിൽ 55%ന്റെയും കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 22%ന്റെ കുറവും, പാലക്കാട് 30, പത്തനംതിട്ട 18, കണ്ണൂർ 28, കാസർഗോഡ് 31, കൊല്ലം 33, കോട്ടയം 11, കോഴിക്കോട് 20, തൃശൂർ 32 എന്നിങ്ങനെയാണ് മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ ശരാശരി മഴ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 20%-ൽ താഴെ പോയാൽ വൈദ്യുതി ഉൽപ്പാദനം മുടങ്ങുന്ന സ്ഥിതി പോലും ഉണ്ടായേക്കാം. KSEBയുടെ ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞ സ്ഥിതിയാണുള്ളത്. ജൂലൈ പകുതി പിന്നിട്ടിട്ടും ഇടുക്കി ഡാമിൽ നിന്നുള്ള കാഴ്ചയാണിത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ ഏതാണ്ട് 60% കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന 2 മാസത്തിനുള്ളിൽ മഴ കാര്യമായി പെയ്തില്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തോടുകൂടി സ്ഥിതി ഗുരുതരമാകും. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങേണ്ട സാഹചര്യമുണ്ടാകും. ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.